നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കാരണവര് എന്ന് നമ്മൾ പറയും ഇല്ലേ? അങ്ങനെ പറയാറുണ്ടല്ലോ പൂർവ്വകാലങ്ങളിലൊക്കെ. അയാൾ കാരണവരാണ്, കാരണവര് ലോചിച്ചിട്ടാണ് കാരണവരായത്. അപ്പം ഈ കാരണവര് എന്ന് പറഞ്ഞാൽ ആരാ? കാരണത്തെ വരിച്ചവൻ, കാര്യസ്ഥൻ എന്ന് പറയും. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കാര്യത്തിലിരിക്കുന്നവൻ. അപ്പം ഈ കാരണവരുടേതായിട്ടുള്ള കഴിവ് ശക്തിയാണ് കാര്യസ്ഥനിലുള്ളത്. അപ്പോൾ കാരണവരിൽ നിന്നാണ് കാര്യസ്ഥൻ ഉണ്ടാകുന്നത്. ഈ കാര്യസ്ഥന് ഇല്ലെങ്കിലും കാരണവരുണ്ടാവും. ചിലപ്പോൾ ചില കാരണവന്മാർക്ക് കാര്യസ്ഥന്മാരുണ്ടാവില്ല, അവരൊറ്റയ്ക്ക് തന്നെ. കാരണവരുടെ ശക്തിയാണ് കാര്യസ്ഥൻ. ഇനി കാര്യസ്ഥനില്ലെങ്കിലും കാരണവരുണ്ടാവും. ഈ കാരണവരുടെ കഴിവ്, പവർ തന്നെയാണ് കാര്യസ്ഥനിൽ. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതുകൊണ്ട് പറഞ്ഞു ഈ കാര്യസ്ഥൻ കാരണവർ. ഇനി വേറൊരു രീതിയിൽ വേഗം മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, ഇതൊന്നും 100% ശരിയായിട്ടുള്ള ഉദാഹരണങ്ങളാണ് എന്ന് പറയുക. പെട്ടെന്ന് നമുക്ക് സാധാരണ നിലയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. പാല്, ഈ പാലിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? പാലിൽ നിന്ന് നമുക്ക് തൈരുണ്ടാക്കാം. അപ്പോൾ ഈ പാലുണ്ടെങ്കിൽ എന്തുണ്ടാക്കാൻ പറ്റും? തൈരുണ്ടാക്കാൻ പറ്റും. ഇനി തൈരുണ്ടാക്കിയില്ലെങ്കിലും എന്തുണ്ടാവാം? പാലുണ്ടാവും. പാലായിട്ട് നിന്നുണ്ടാവും. പാലുണ്ടെങ്കിൽ തൈരുണ്ടാക്കാൻ പറ്റൂ. തൈരില്ലെങ്കിലും പാലുണ്ടാവാം. ഇനിയിപ്പോൾ ഈ തൈരെന്താന്ന് ചോദിച്ചാൽ എന്താ? തൈര് പാല് തന്നെയാണ്. പാലിൻ്റെ വേറെ ഒരു രൂപമാണ്. ഇപ്പം മനസ്സിലായില്ലേ? ഇതിങ്ങനെ പറഞ്ഞു വരുന്നത് ഈശ്വരനായിട്ട് ഘടിപ്പിക്കുകയാണ്. ഈ പാലിൻ്റെ സ്ഥാനത്ത് ഈശ്വരൻ, തൈരിൻ്റെ സ്ഥാനത്ത് ഈ ലോകം. അപ്പം ഈശ്വരൻ ആണ് അവിടെ ഈ പറഞ്ഞതായിട്ടുള്ള കാരണം. ഈശ്വരൻ ഉണ്ടെങ്കിലേ ഈ ലോകമുള്ളൂ. ഈ ലോകമില്ലെങ്കിലും ഈശ്വരൻ ഉണ്ടാകും. ഈ ലോകം ഈശ്വരൻ്റെ ശക്തി തന്നെയാണ്. ഇനിയിതിപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ട് ഉള്ള ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ വരുമ്പോൾ ശരീരം ഇല്ലെങ്കിലും എന്തുണ്ടെന്ന് വരും? ജീവനുണ്ടെന്ന് വരും. ആ ജീവശക്തി തന്നെയാണ് ഈ ശരീരമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നും അങ്ങനെ അറിയുന്ന ഒരാൾക്ക് ഇത് ഈ തലത്തിൽ പറയുമ്പോഴോ, ഈ ശരീരവും ജീവനുമായിട്ടുള്ള ഈ തലത്തിലെത്തുമ്പോഴേ ഈ അറിവ് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. കാരണം ആ ജീവനാണ് പ്രാധാന്യം, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഈ ശരീരത്തിനല്ല. ഇത് പറയാനാണ് ഈ കാരണം. അതുകൊണ്ട് ഇവിടെ ആ കാരണത്തിൽ നിന്ന് തന്നെയാണ് ഈ കാര്യമുണ്ടായത് എന്ന് ആദ്യം ഓർമ്മിപ്പിച്ചു. ഇത് തുടർച്ചയായിട്ട് ഭാഗവതത്തിൽ ഉറപ്പിക്കാൻ പരിശ്രമിക്കുന്നതാണ്. അങ്ങനെ ആദിശക്തിയായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ശക്തിവിശേഷത്തിൽ നിന്ന് പിന്നീട് ഈ ബ്രഹ്മാവുണ്ടായി. ചതുരാനന്, 4 മുഖമുള്ളതായിട്ടുള്ള ചതുരാനൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. അപ്പോൾ അടിസ്ഥാനമായിട്ട് ആ മഹാവിഷ്ണുവാകുന്ന ആദ്യ കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹാവിഷ്ണുവിൻ്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് വന്നതായ താമരയിൽ ഈ ബ്രഹ്മാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാവ് ഈ താമരയൊക്കെ ആ മഹാവിഷ്ണുവിൽ നിന്ന് വന്നതാണ്. ആ ബ്രഹ്മാവിൽ നിന്നാണ് ഈ ലോകമുണ്ടായത്. അങ്ങനെയുള്ളതായിട്ടുള്ള ബ്രഹ്മാവിൽ നിന്ന് പിന്നെ മരീചി മുതലായ മഹർഷിമാരൊക്കെ ഉണ്ടായി. മരീചി മുതലായ സൃഷ്ടികളൊക്കെ ഉണ്ടായി. അതിൽ ദക്ഷൻ്റെ പുത്രിയായിട്ടുള്ള അതിഥിയിൽ കശ്യപന്, അതിഥിയിൽ വിവസ്വൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു പുത്രനുണ്ടായി. അപ്പോൾ ആ സൃഷ്ടി ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ അടിസ്ഥാനമായിട്ട് ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ തലത്തിലേക്ക് വരുമ്പോഴേക്കും അതിനൊക്കെ ഒരു പുതിയ രൂപഭാവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആദ്യത്തെ കാര്യം മറന്നു പോകണമെന്ന് പറയുകയാണ്. അവിടെ കശ്യപന്, അതിഥിയിൽ വിവസ്വൻ ഉണ്ടായി. ആ വിവസ്വന് പിന്നീട് ശ്രാദ്ധദേവി ഈ വിവാഹം കഴിച്ചതിന് ശേഷം അതിൽ 10 പുത്രന്മാരുണ്ടായി. വിവസ്വാന് എന്ന് പറഞ്ഞു. വിവസ്വാന് സംജ്ഞയിൽ ശ്രാദ്ധദേവി എന്നതായിട്ടുള്ള വ്യക്തി ഉണ്ടായി. അതിന് പുറമെ വിവസ്വാൻ തന്നെ ശ്രദ്ധ എന്ന് പറഞ്ഞതായിട്ടുള്ള ഭാര്യയിലായിക്കൊണ്ട് 10 പുത്രന്മാരുണ്ടായി. അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ 10 പുത്രന്മാരുടെ ചരിത്രം അറിയാമോ? ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നു. അപ്പോൾ ഈ 10 പേരുടേത് നിങ്ങൾ ഇവിടെ പറഞ്ഞു വരുമ്പോഴേക്കും വലിയ 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 വ്യത്യാസങ്ങൾ കാണാം. അതിപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം. ഇപ്പോൾ കാലത്ത് മറ്റേ അറിയില്ല. മുമ്പൊക്കെ ഒരു 50 വർഷം 60 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഒരു കുടുംബത്തിലൊക്കെ 8 or 10 ആളുകളുണ്ടാവും. 8-10 മക്കളുണ്ടാവും. പക്ഷേ ഈ 10 പുത്രന്മാരോ പുത്രിമാരോ ആ 10 പേര് വളർന്നു വലുതായി എല്ലാവർക്കും ഒരു 40 വയസ്സിന് മുകളിലൊക്കെ ആകുമ്പോഴേക്കും ഒരു വലിയ കാഴ്ച കാണും. എന്താ കാഴ്ച? ഇവരൊക്കെ ജനിച്ചതൊരച്ഛനും അമ്മയ്ക്കും ഒരു സ്ഥലത്തുമാണെങ്കിലും ഇവരുടെ കർമ്മഭൂമി ഒക്കെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ തലത്തിലായി. പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിലൊക്കെ ഒരേ രീതിയല്ല. ഒരേ അച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണ്, ഒരേ സ്ഥലത്ത് വളർന്നതാണ്. പക്ഷേ ഓരോ സമയമാകുമ്പോൾ ഒരാൾ പോലീസുകാരനായിട്ട് പോവും, പിന്നെ ഒരു ആൾ ബാങ്കിലെ ജോലിക്കാരനായിട്ട് പോവും, പിന്നെ ഒരാൾ കർഷകനായിട്ട് പോവും, പിന്നെ രാഷ്ട്രീയക്കാരൻ. ഇതൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തിരിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഒരു കല്യാണത്തിനോ കാര്യത്തിനോ ഒക്കെ ഇവർ ഒന്നിച്ചു കൂടുമ്പോൾ ഒരു ബന്ധവുമില്ല. ഒക്കെ ഓരോ തരത്തിലായിട്ടുണ്ടാവും. ഇതെന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ കർമ്മഭൂമി. അപ്പോൾ അത് പറയാനാണ് ഇവിടെ ഇത് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്ത്? നമ്മൾ ഇതിൽ പെട്ടത് എവിടെയോ ഒന്നാണ്. നമ്മൾ ഈ പ്രകൃതിയുടെ വലിയ കൊടുങ്കാറ്റിൽ പെട്ട് എവിടെയോ ചിന്നിച്ചെതറി ഇങ്ങനെ പാറി നടക്കുന്ന ഒരു ഏർപ്പാടാണ്. അത്രയും നമുക്കൊരു പ്രസക്തിയുള്ളൂ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 10 പേരുടെ വസ്തുത പറയുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്നായിരുന്നു എന്നൊരു വസ്തുത കൂടി പറയാൻ വേണ്ടിയിട്ട് ഈ 10 ആളുകളെ അവരുടെ ജീവിത രീതി, അവരുടേതായ അനുഭവങ്ങളൊക്കെ ഇനി ഓരോന്നായിട്ട് ഇവിടെ പറയും. അത് പറയുമ്പോൾ നമുക്ക് തോന്നുന്നതൊക്കെ വേറെ വേറെ എന്തോ എവിടെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ഇതൊക്കെ അടിസ്ഥാനമായിട്ട് ഒന്ന് തന്നെയാണ്, അല്ലേ? ആ അച്ഛനും അമ്മയ്ക്കും അറിയാം ഇതെൻ്റെ 10 മക്കളാണ്.
പക്ഷേ ആ മക്കളുടെ മക്കളോട് ചോദിച്ചു നോക്കൂ, ആ മക്കളുടെ മക്കൾക്ക് ഈ 10 ബന്ധത്തിനെ പറ്റിയിട്ട് വലിയ അറിവുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവും, ഒക്കെ വേറെയാണ് അവർ കരുതുക. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം ഒന്നും തന്നെയാണ് എന്നുള്ള ഒരു വസ്തുത പറയാനായിക്കൊണ്ട് മനുവിന് പുത്രന്മാരില്ലാത്ത കാലം, ഇതിപ്പോൾ പുത്രന്മാരുണ്ടായ കാലം മുതലാണ്, പുത്രന്മാരില്ലാത്ത കാലം മുതൽ ഉള്ള കഥാവസ്തുതയിലേക്ക്, ചരിത്രവസ്തുതയിലേക്ക് കിടക്കുകയാണ്. മനുവിന് പുത്രന്മാരില്ല എന്നുള്ളതായ തോന്നലുണ്ടായി. ഇനി നോക്കൂ, ആ മനുവിന് എന്തിനാ പുത്രന്മാരില്ല എന്ന് തോന്നലുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അത് എവിടുന്ന് വന്നു ആ തോന്നൽ? അതിന് ഉത്തരമില്ല. ഇത് ഈ കഥ ഈ പറയാൻ പോകുന്നത് നേരത്തെ പറയുകയാണ്. കാരണം അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ ഇതിലൊരു 10 സ്ഥലങ്ങളിൽ ഈ ഓരോ തോന്നലായിട്ട് ഓരോരുത്തർക്കും ഓരോന്ന് വരുന്നുണ്ട്. ഇത് എവിടുന്നാണ് ഇവർക്ക് വന്നത് എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് നമ്മുടെ തോന്നലുകളൊക്കെ മനസ്സിലാവും. നമ്മൾ ജീവിതത്തിൽ എന്തേ ഇങ്ങനെ ഈ രീതിയിൽ, എന്താ മറ്റുള്ളവരെന്താ ഇങ്ങനെ ഈ രീതിയിൽ എന്നുള്ളതൊക്കെ അടിസ്ഥാനം നമുക്ക് കാണാൻ പറ്റും. അതിനാണിത് വെറുതെ ഒരു മനുവിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞ് പറയല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഉപകാരമായിട്ടുള്ള, എന്തുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ, എന്തുകൊണ്ട് അയാൾ ഇന്ന് ഇങ്ങനെ, എന്തുകൊണ്ട് മറ്റേ ആൾ ഇന്ന് ഇങ്ങനെ, ഇനി നാളെ ഞാൻ ആര്, അയാൾ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണിത്. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞത്. അല്ലെങ്കിൽ ഈ കഥ പറഞ്ഞിട്ടേ പറയുള്ളൂ. കഥ പറയുമ്പോഴേക്കും ചിലപ്പോൾ ഇതിൻ്റെ കണക്ഷൻ പോകും. അതുകൊണ്ട് ആദ്യം പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പ്രജ വേണം എന്ന് മനുവിന്. അപ്പോൾ അതിനൊരു വഴി എന്താണ് എന്ന് വസിഷ്ഠനോട് ചെന്ന് ചോദിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, മിത്രാവരുണിമാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം, പുത്രകാമേഷ്ടി എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു പുത്രകാമേഷ്ടി നടത്തിയാൽ മിത്രാവരുണന്മാരെ പ്രധാനികളാക്കി വെച്ചുകൊണ്ട് അവർക്ക് ഹബിസ് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇഷ്ടി നടത്തിയാൽ അങ്ങക്ക് പുത്രനുണ്ടാവും എന്ന് വസിഷ്ഠന് അവിടെ മനുവിന് ഒന്നും കൂടി പ്രോത്സാഹിപ്പിച്ചു എന്ന് വേണം പറയാൻ. എന്തിനാ വസിഷ്ഠൻ അത് ചെയ്ത്? അതിന് ഉത്തരമില്ല. അത് പ്രകാരം പിന്നെ മിത്രാവരുണികളുടെ പ്രീതിക്കായിക്കൊണ്ട് ഇഷ്ടി നടത്തിയെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഈ പത്നി പ്രധാനിയാണ്. അതാണ് മനുവിന് പുത്രനുണ്ടാവണമെന്ന് തോന്നി ഇഷ്ടി നടത്തി, അതൊക്കെ ശരി. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തു ആ മനുവിൻ്റെ ഭാര്യയാണ്. പൂർവ്വകാലങ്ങളിൽ അല്ല, ഇന്നും അങ്ങനെ യാഗങ്ങൾക്ക് ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ച് പങ്കെടുക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാര്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മനുവിന് തോന്നി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഭാര്യ, മനുവിൻ്റെ ഭാര്യയായിരുന്നു ഈ പറഞ്ഞതായിട്ടുള്ള ശ്രദ്ധ പയോവ്രതം എടുത്തു. അതിന് വേണ്ടിക്കൊണ്ട് പയോവ്രതം എന്ന് പറഞ്ഞാൽ ദ്വാദശാഹം പയോവ്രതം, വാമനമൂർത്തിയുടെയൊക്കെ ജന്മത്തിലേക്ക് പോകുന്ന സമയത്ത് കാണാം. 12 ദിവസം മഹാവിഷ്ണുവിനെ പൂജിച്ച് മഹാവിഷ്ണുവിനെ നിവേദിച്ചതായിട്ടുള്ള പാല് അത് മാത്രം കഴിച്ച് അങ്ങനെ 12 ദിവസം ഉള്ള ഒരു വ്രതം. വേറെ പല കാര്യങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്, മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്ന മന്ത്രങ്ങളുണ്ട്, സ്നാനാദി കർമ്മങ്ങളുണ്ട്, പലതുണ്ട് അതിൽ. അതൊക്കെ അനുഷ്ഠിച്ചു. അതൊക്കെ ആരാ അനുഷ്ഠിക്കണത്? അതൊന്നും മനുവല്ല അനുഷ്ഠിച്ചത്, മനുവിൻ്റെ പത്നിയാണ് അനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് ഈ മനുവിൻ്റെ പത്നി ശ്രദ്ധ എന്നുള്ളവർ ഇതൊക്കെ അനുഷ്ഠിച്ചപ്പോൾ അവരുടെ മനസ്സിലൊരാഗ്രഹം, എന്താ, ഒരു പുത്രി ഉണ്ടാവണം. അപ്പോൾ അതെന്താ ഇങ്ങനെ തോന്നി? അതിന് ഉത്തരമില്ല. അപ്പം മനുവിന് പുത്രനുണ്ടാവണമെന്ന് തോന്നി. മനുവിൻ്റെ തോന്നലുകൊണ്ട് മനുവിന് പുത്രനുണ്ടാവോ? ഉണ്ടായില്ല. അതിന് വസിഷ്ഠൻ്റെ ഉപദേശം വേണ്ടി വന്നു. ആയിക്കോട്ടെ, എന്നിട്ടുണ്ടായോ? ഉണ്ടായില്ല. ഈ മനുവിനൊന്നും ചെയ്യാനില്ല. കാര്യമായിട്ട് ചെയ്യേണ്ടത് മുഴുവൻ ഭാര്യ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭാര്യയ്ക്ക് ഒരു തോന്നലുണ്ടായി, എന്താ, ഒരു പുത്രി മതിയെന്ന്. അപ്പോൾ ആ പുത്രകാമേഷ്ടി യാഗത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങളിലൊരു പ്രധാന മന്ത്രം വഷഡ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതായിട്ടുള്ള, ഈ വഷഡ് എന്നുള്ള മന്ത്രങ്ങൾ പലതുണ്ട്. സ്വാഹ എന്ന് പറഞ്ഞിട്ടുള്ള, സ്വദ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത്. വഷഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആജ്ഞാസ്വരൂപമാണെന്നാണ്. ആ യാഗത്തിൽ ഉപയോഗിക്കുന്നത് ആ ഭഗവാനോട് ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഒരു നിർദ്ദേശം ആയിട്ടല്ല, ഒരു പ്രാർത്ഥനയായിട്ടല്ല, ഒരു അവകാശം, അല്ലെങ്കിൽ എന്താ പറയുക, ആജ്ഞാപിക്കുന്ന ഒരു അംശം അതിലുണ്ട്. ഈ ഈശ്വരീയമായി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഈ ആജ്ഞാപിക്കുന്ന രീതിയിൽ ചെയ്താൽ അത് പലപ്പോഴും ചെറിയൊരു വ്യത്യാസമുണ്ടായാൽ അത് അപകടത്തിലേക്ക് പോകും. അതാണ് അതിൻ്റെ. അപ്പോൾ അതൊരിക്കലും ഈ മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇവിടെ ആ ഈശ്വരശക്തിയെ തൻ്റെ ആജ്ഞയ്ക്ക് പാകപ്പെടുത്തുന്ന രീതി ആയിരുന്നു ആ മന്ത്രം. അപ്പോൾ അതുകൊണ്ട് ജപിക്കുന്നതായിട്ടുള്ള ആ വ്യക്തിയെ കണ്ട് ഈ മനുവിൻ്റെ ഭാര്യ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ആകർഷിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതങ്ങോട്ട് സ്ഥാപിച്ചു, പുത്രിയാണ് വേണ്ടത്. അപ്പോൾ ഈ ശ്രാദ്ധയോടുള്ള താല്പര്യം കൊണ്ട് ആ മന്ത്രം ചെല്ലുന്ന ആൾ തന്നെ ഏൽപ്പിച്ച രീതിയിൽ നിന്ന് മാറി ഒരു പുത്രി ഉണ്ടാവട്ടെ എന്നുള്ള നിലയ്ക്ക് മന്ത്രം ചെല്ലിയെന്നാണ്. അപ്പോൾ നോക്കൂ, എന്തൊക്കെ എവിടെ എത്രയൊക്കെ വ്യത്യാസമാണ് ഒരു കാര്യം. അവസാനം പുത്രി ഉണ്ടാവട്ടെ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം മന്ത്രമൊക്കെ ചൊല്ലി ഇദ്ദേഹം കാര്യമൊക്കെ കഴിഞ്ഞു പോയപ്പോൾ ഒരു പുത്രി ഉണ്ടായി. അതാ തമാശ. അപ്പോൾ ഈ വഷടൊക്കെ ചൊല്ലി അവസാനം അത് വഷളായി എന്ന് പറഞ്ഞ പോലെ ഒരു പുത്രി ഉണ്ടായത്. പുത്രി ഉണ്ടായപ്പോൾ മനുവിന് അതത്ര ഇഷ്ടമായില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആരോട്? വസിഷ്ഠനോട് കോപം തോന്നി. കാരണം ഒരു പുത്രൻ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് യാഗം ചെയ്തിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഒരു പുത്രി ഉണ്ടായത്. അതുകൊണ്ട് കുറച്ച് കോപത്തോടു കൂടി തന്നെ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, അതെന്താ ഇങ്ങനെ വിപരീതം ഉണ്ടായത്? ഒരു പുത്രൻ വേണമെന്നാണല്ലോ ഞാൻ പറഞ്ഞ് ഈ യാഗമൊക്കെ ചെയ്തത്, ഇതിപ്പോൾ അതേ പുത്രി ഉണ്ടായത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവും ലോകത്തിലെ സ്ഥിതി? ആൾക്കാർ വിശ്വസിക്കില്ല. അതാണ് പറഞ്ഞത്.
ഈ രീതിയിലായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വാസം, അതവിടെ ചോദിച്ചത്. വിപരീയ മഹോകഷ്ടം, ഇങ്ങനെ ഒന്ന് പറഞ്ഞ് വേറെ ഒന്ന് സംഭവിച്ചാൽ ഈ ലോകത്തിലെ ആളുകൾ എന്താ ഇപ്പോൾ വിശ്വസിക്കുക? അപ്പോൾ ഇതൊക്കെ ശരിയല്ല, അങ്ങയുടെ പേര് മോശമാവും, അതുകൊണ്ട് അങ്ങൊന്ന് പറയുക, വേറൊന്ന് സംഭവിക്കുക, ഇത് ശരിയായില്ല, ഇതെന്താ ഇങ്ങനെ പറ്റിയത് എന്നായി. അങ്ങനെ വസിഷ്ഠനെ, ഗുരുവായ വസിഷ്ഠനെ അവിടെ ഈ ശിഷ്യൻ പ്രതിക്കൂട്ടിൽ നിർത്തി. വസിഷ്ഠന് ഒരു വഴിയില്ലാണ്ടേ. അതാണ് ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴേ നോക്കണേ. ഇപ്പോൾ വസിഷ്ഠൻ ഇതിൻ്റെ ഒരു ഉപദേശം കൊടുത്തതേ ഉള്ളൂ. ആ കാര്യം മുഴുവനൊന്ന് ചിന്തിക്കണം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഈ കഥയുടെ പിന്നാലെ പോയാൽ ആ കഥ എങ്ങനെ പറഞ്ഞു പോകും ഇല്ലേ? ആ വസിഷ്ഠന് ഒരാവശ്യമില്ല. മനു വന്ന് ചോദിച്ചു, എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ എന്താ വഴി, അങ്ങേക്ക് അർഹതയില്ല പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു. അല്ല, വസിഷ്ഠൻ അപ്പോൾ ഒരു തോന്നി, ഹോമം ചെയ്യൂ, ഇഷ്ടി ചെയ്യൂ ഒക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ഇളക്കി വിട്ടു. അവസാനം ഇപ്പോൾ പണി ഇപ്പോൾ അവിടെ വന്ന് നിന്നു. വസിഷ്ഠന് പണിയായി. കാരണം അന്ന് ശിഷ്യൻ അതിക്രമിച്ചിട്ടാണ് പറയുന്നത്. ആ ശിഷ്യൻ്റെ തന്നോടുള്ള ബഹുമാനമൊക്കെ ഇല്ലാതെ ആയിരിക്കണം. ഇത് ചക്രവർത്തിയാണ്. അപ്പോൾ ആ ചക്രവർത്തിയുടെ ഭാവമുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ഗുരോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തലയൊക്കെ കുണിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾ ഗുരോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കണം. ഇപ്പോൾ വസിഷ്ഠൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാതെ വഴിയില്ലേ? വസിഷ്ഠൻ ഉടനെ തന്നെ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്താനായിട്ട് ചെന്നു. മനു പറയാണ്, നിങ്ങളെപ്പോലുള്ള ഈ ഇതൊക്കെ യാഗങ്ങൾ ഹോമങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ കുറേയൊക്കെ സത്കർമ്മങ്ങൾ ചെയ്ത് നിങ്ങളുടെ പാപമൊക്കെ നശിപ്പിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യാറ് എന്നാ ചോദ്യം. കാരണം ഇവരുടെ പാപം കൊണ്ട് അങ്ങനെ ഉണ്ടായതും കൂടെ അതിൽ സൂചനയുണ്ട്. ദഗ്ധ ഗിൽബിഷ എന്ന് പറഞ്ഞാൽ പാപം. അതുകൊണ്ട് നിങ്ങൾ മന്ത്രം അറിയുന്ന, നിങ്ങൾ മന്ത്രവിധ, മന്ത്രമൊക്കെ അറിയുന്ന നിങ്ങൾ ഇന്ദ്രിയ നിഗ്രഹമുള്ളവരാണെന്നാണ് വെപ്പ്. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ടങ്ങൾ കണ്ണ് നോക്കുന്ന വഴിക്ക് നാക്ക് പറയുന്ന വഴി അങ്ങനെയൊന്നുമല്ല. അതൊന്നൊക്കെ മാറി നിന്നിട്ട് ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ആളാവണം. അല്ലെങ്കിൽ ഇയാളുടെ മന്ത്രത്തിൻ്റെ ശക്തി പ്രകാരം അയാൾക്ക് തോന്നിയത് അയാൾ കണ്ണ് പറയുന്നത് അങ്ങോട്ട് മന്ത്രശക്തി അങ്ങോട്ട് പോകും. അപ്പോൾ അത് പാടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കി. അപ്പോഴാണ് വസിഷ്ഠൻ ഇത് കാര്യമായിട്ട് ആലോചിച്ചു, എവിടെ എന്ത് പറ്റിയെന്ന്. അപ്പോഴാണ് തെറ്റ് പറ്റിപ്പോയത്. തൻ്റെ ഭാഗത്തുള്ള ഈ അധ്വരീവിന്, ഈ മന്ത്രം ജപിക്കുന്ന ആൾ, ഹോമിക്കുന്ന ആൾ അത് തെറ്റായിട്ടാണ് ചെയ്തത്. തന്നോട് ചോദിക്കാതെ അത് മാറ്റി ചെയ്തു എന്ന് മനസ്സിലായി. അത് പറയുകയും ചെയ്തു മനുവിനോട് ചെന്നത്. എൻ്റെ തലത്തിലുണ്ടായ ഒരു തെറ്റല്ല, എൻ്റെ താഴേക്കടയിലുണ്ടായ ആളെ ഒരു തെറ്റാണ്. എന്തായാലും ഞാനിതിനൊരു പരിഹാരം ചെയ്യാൻ, ഇപ്പോൾ എൻ്റെ താഴേക്കടയിലുള്ള ഒരാളുടെ തെറ്റാന്ന് പറഞ്ഞ് ഞാൻ ഒഴിയുന്നില്ല. എനിക്കൊരു ചുമതലാബോധം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിത്, അതാണ് വസിഷ്ഠൻ്റെ ഗുണം. വേറൊരാളാകെ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയല്ല, അയാളുടെ കയ്യിൽ നിന്ന് അല്ല, ഇത് പാത്രം വീണ് പൊട്ടിയാലേ എൻ്റേന്ന് വീണതല്ല എന്ന് പറഞ്ഞാൽ പൊട്ടിയ പാത്രം തിരിച്ചു കിട്ടും അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഇവിടെ വസിഷ്ഠൻ പറഞ്ഞു, ഞാനിതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മനുവിനെ സമാധാനിപ്പിച്ചു. ഈ പറഞ്ഞതായിട്ടുള്ള സങ്കല്പ വിഷയം, അങ്ങേക്കൊരു പുത്രൻ ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തിന് വിപരീതമായി ഉണ്ടായതിന് പരിഹാരം തീർച്ചയായിട്ടും കൊണ്ടുതരാം. അങ്ങനെ മനുവിനെ സമാധാനിപ്പിച്ച ശേഷം അപ്പം അങ്ങനെ ശ്രീനാരായണനെ, മഹാവിഷ്ണുവിനെ ഈ തപസ് ചെയ്തു. ഈ പറഞ്ഞതായിട്ടുള്ള വസിഷ്ഠ മഹർഷി അദ്ദേഹത്തെ പ്രത്യക്ഷമാക്കി ശ്രീ നാരായണനെയൊക്കെ സ്തുതിച്ച് എന്തിനു വേണ്ടി? പുംസ്തകാമ്യയ. അതാണ് വസിഷ്ഠൻ പോലും ഒരു പുരുഷനാവണം, ഇപ്പോൾ ജനിച്ച ഈ സ്ത്രീ ഒരു പുരുഷനാവണം എന്നുള്ളതായ കാമ്യത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി ആണ് അവിടെ. അപ്പോൾ ഇതൊക്കെ എന്തേ ഈ വസിഷ്ഠന് വന്നു ചേർന്നത് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ തുടക്കത്തിലൊരു ചോദ്യത്തിനുണ്ടായ പ്രശ്നമാണ്. അന്നേ അത് അറിഞ്ഞ് വേണ്ട രീതിയിൽ ചെയ്തതാച്ചാൽ ആ മനുവിന് വേണ്ട ഉപദേശം കൊടുത്താൽ മതിയായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ ഉണ്ടിച്ചാൽ ഇല്ലിച്ചാൽ അതിനെപ്പറ്റിയൊന്നും വിഷമിക്കേണ്ട, ഇനിയിപ്പോൾ ഉണ്ടായാൽ ഇത്രയേ ഉള്ളൂ, ഇല്ലാതായാൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ അന്ന് ഒരു ഉപദേശമൊക്കെ കൊടുത്ത് പിരിഞ്ഞതാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ, ഇപ്പോൾ വസിഷ്ഠൻ ചെന്നപ്പോൾ മഹാവിഷ്ണുവിനോട്, അല്ല, മഹാവിഷ്ണു ആദിപുരുഷനായ മഹാവിഷ്ണു ഉപദേശിക്കാറ് കാമ്യം പാടില്ല. എന്നെ ഭജിക്കുന്നവരാരും തന്നെ കാമത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി ഭജിക്കരുതേ എന്ന് പറയുന്ന മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അത് അറിഞ്ഞുകൊണ്ട് ചെന്ന് ഇതാ ഞാൻ അങ്ങയെ ഭജിക്കണു എന്നായി. അങ്ങനെ ഈ പെൺകുട്ടിയായിരുന്നപ്പോൾ ഇള എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടിരുന്നത്. ആ കുട്ടിയെ ശുദ്ധിമുനൻ എന്ന് പറഞ്ഞ പുരുഷനാക്കി ഈ മഹാവിഷ്ണു അനുഗ്രഹിച്ച് വസിഷ്ഠനോട് പറഞ്ഞു, അങ്ങ് ചെന്ന് പെട്ട വിഷമം എനിക്കറിയാം, പക്ഷെ എൻ്റെ ഭക്തനാണല്ലോ, അതുകൊണ്ട് ഞാനിത് അങ്ങേക്കായിക്കൊണ്ട് ഈ പറഞ്ഞതായ ഇള എന്ന് പറഞ്ഞതായ പെൺകുട്ടിയെ ഞാൻ ഒരു പുരുഷനാക്കി തരാം. അങ്ങനെ ശുദ്ധിമുനൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഇളയായിരുന്നു, പെൺകുട്ടിയായിരുന്നു, ലിംഗപരിണാമം എന്ന് പറയാം. അത് ആ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം. ഇതിന് വേറൊരു തലമുണ്ട്, അതിലേക്ക് നമ്മൾ പിന്നെ പോകാം. ഇപ്പം ഇതിങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പെട്ടെന്ന് തന്നെ ഈ ഇള എന്ന് പറഞ്ഞതായ പെൺകുട്ടി ശുദ്ധിമുനൻ എന്നുള്ളതായ പുരുഷനായിട്ട് തീർന്നു. അത് അങ്ങനെ നമ്മൾ കഴിയും. അപ്പോൾ അതിനൊരു പരിഹാരമായി. നമ്മൾ കഥ കേൾക്കുന്നവർ, ചരിത്രം കേൾക്കുന്നവരാവും, ഓക്കെ നന്നായി, നല്ല നന്നായില്ല. കാരണം പിന്നെ അവിടുന്ന് ആദ്യം തുടങ്ങുകയായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജാവായി ശുദ്ധിമുനൻ, ആ ശുദ്ധിമുനൊരു തോന്നൽ കാട്ടിൽ നായാട്ടിന് പോകണം. അതിന് സൈന്ധവത്തുനിന്ന് കൊണ്ടുവന്ന കുതിര തന്നെ വേണ്ടി വന്നു. സൈന്ധവത്തിലെ കുതിരകൾക്കൊക്കെ കാമശക്തി കൂടുതലാണ് എന്ന് പറയും. അപ്പോൾ സൈന്ധവത്തിലുള്ള കുതിരയെ തന്നെ എടുത്ത് ഇദ്ദേഹം കാട്ടിൽ നായാട്ടിന് വേറെ കുറച്ച് ഭടന്മാരെയൊക്കെ കുതിരപ്പുറത്ത് കയറ്റി കാട്ടിൽ നായാട്ടിന് ചെന്നു. അപ്പം ഇത് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം. എന്താ ശ്രദ്ധിച്ചാലറിയാം?
ഇത് മനുവിൻ്റെ ഒരു ആവശ്യമായിരുന്നു. ഈ മനുവിൻ്റെ ആവശ്യത്തിൽ മനു ഉറച്ചു നിന്നു, വസിഷ്ഠനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു. പക്ഷെ അവിടെ വേറൊരാൾ ഉണ്ട്. ആരാ? ആ പുംസവ്രതമൊക്കെ നോറ്റ അമ്മ. ആ അമ്മയുടെ സങ്കല്പം വേറെയാണ്. അത് എവിടെയും പോവില്ല പറയാണ്. കാരണം ഇദ്ദേഹം കാട്ടിൽ ചെന്നപ്പോൾ നായാട്ടോ കാടി ഉത്തരഭാഗത്തുള്ളതായിട്ടുള്ളൊരു കാട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്നപ്പോഴോ പെൺകുട്ടികളായി. ഈ സുദ്യുമ്നൻ്റെ കുതിരയും ഒപ്പം പോയവരൊക്കെ പെണ്ണുങ്ങളായി, സ്ത്രീകളായി. അതായത് ആ അമ്മയുടേതായിട്ടുള്ള ആ സങ്കല്പം ഇപ്പോഴും അവിടെ തുടർന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ അമ്മയുടെ ആ സങ്കല്പത്തിൽ നിന്ന് അമ്മയെ മാറ്റാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാവാം എന്ന് പറയും. എന്തായാലും കാട്ടിൽ ചെന്ന ഇവരൊക്കെ വീണ്ടും അപ്പോൾ ആദ്യം പെണ്ണായിരുന്നു, പിന്നെ എങ്ങനെയൊക്കെ ആണാക്കി എടുത്തു, ഇപ്പോൾ വീണ്ടും കുതിരയടക്കം പെണ്ണായിട്ട് തീർന്നു. അതിനെന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് രമമാണ സഹ ഉമയ, മഹാദേവൻ ആ കാട്ടിൽ ഒരു കാലത്ത് ഈ ഉമാദേവി പാർവതീദേവിയായിട്ട് രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ പൂർവ്വത്തിൽ പരമശിവൻ ഉമാദേവിയുമായിട്ട് ക്രീഡിച്ച് നടന്നിരുന്ന ആ കാട്ടിലേക്കാണ് ഈ നായാട്ടിനായിട്ട് കയറി ചെന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ പുരുഷൻ സ്ത്രീയായിട്ട് തീർന്നത്. പെട്ടെന്ന് ഈ സുദ്യുമ്നന് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന നിൽപ്പിൽ പെണ്ണായിരിക്കണോ എന്ന് മാത്രമല്ല, നോക്കിയപ്പോൾ ഒപ്പമുള്ള കുതിരകളും ഒപ്പമുള്ള മറ്റാളുകളും തൻ്റെ ഒപ്പമുള്ള എല്ലാവരും സ്ത്രീകളായി. ഇനി എന്ത് ചെയ്യും എന്ന് കരുതി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ എന്തായും വയ്യ എന്നൊരു തീരുമാനമായി. അപ്പോൾ അവർ ആ കാട്ടിൽ തന്നെ കഴിയാം. കാരണം രാജാവ് സുദ്യുമ്നനായിട്ട് പോയ ആളാണ്. ഇനി തിരിച്ച് കൊട്ടാരത്തിലേക്ക് ഒരു സ്ത്രീയുടെ വേഷത്തിൽ കയറിയാൽ ആരും സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? രാജാവാണ് എന്ന് പോലും ആരും സമ്മതിക്കില്ല. അതോടുകൂടി അതിക്രമിച്ച് കയറി എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് ചിലപ്പോൾ അതേ തൻ്റെ ഭടന്മാർ തന്നെ പിടിച്ച് തന്നെ ജയിലിലിടാം. കാര്യം ഇതിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇത് കേട്ടിരിക്കുന്ന പരീക്ഷിത്ത രാജാവിന് വലിയ കൗതുകമായി. ആർക്കോ സംഭവിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു പറയലുണ്ട്, എന്താ ആരാൻ്റെ മക്കൾക്ക് പ്രാന്തായ അത് കാണാൻ രസമാണെന്ന്. അതാണ്. അതുപോലെയാണ് ഇപ്പോൾ ഈ രാജാവിന് ഇപ്പോൾ എന്താ അത് ചോദിക്കേണ്ടത് നമുക്ക് ചോദിക്കാം. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാനാവും. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, ഇതെന്തിനാണ് പെണ്ണായത് എന്നൊക്കെ രാജാവ് കൗതൂഹലം ഹീന. എനിക്ക് വലിയ കൗതൂഹലം തോന്നുന്നുണ്ട്. അതൊന്നും അങ്ങ് വിസ്തരിച്ച് പറയുന്നേ. ഞാൻ റാഫി ചാഴൂർ. ഉടനെ തന്നെ എനിക്ക് ഫോണിൽ മറുപടി കേൾക്കുക എന്നുള്ളൊരു വിളിയാണ്. റാഫി ചാഴൂർ. അപ്പോഴും അവർക്ക് പരിഭവമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാഗവത ഗംഗയുടെ ഡയറക്ടർക്ക് അനുയോജ്യമായ പേരല്ല റാഫി എന്നുള്ളതാണ് എതിർ ടീമിൻ്റെ ഒരു വാദം. ശരിയായിരിക്കാം. ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരേണ്ടി വന്നത് വളരെയധികം പ്രേക്ഷകർ എന്നോട് പല സമയത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് കാണണമെന്നുള്ളത്. അപ്പോൾ റാഫി ചാഴൂർ എന്നുള്ള ഞാനാണിത്. ഞാൻ 15 വർഷമായിട്ട് ഭാഗവതത്തെക്കുറിച്ചുള്ള പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോഗ്രാം ഡയറക്ടറാണ്. എന്നെ ഞാൻ സ്വയം പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് എന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ഹരിയോം. അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. വിളിക്കൂ 9400124048. തീർത്ഥയാത്രയിൽ ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം. അമ്പലങ്ങളിൽ വന്നിരുന്ന ഗോപസ്ത്രീകളോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ കോലുമായിട്ട് കളിക്കാൻ അവരൊക്കെ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ അതിശയിച്ചു. പിന്നെ അതുപോലെ രാധാറാണിയുടെയും ഭഗവാന്റെയും കൂടി ദണ്ഡിയാണല്ലോ. അപ്പൊ ആ കോല് കയ്യിൽ വെക്കാന്നുണ്ടെങ്കിൽ മുജ്ജന്മ സുഹൃതം തന്നെയാണ്. വിളിക്കൂ 9400124048. ഹരിയോം. ഭാഗവത ഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര മെയ് മാസം മുതൽ ആരംഭിക്കുന്നു. രാജസ്ഥാനിലെ ആദിബദരി, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര. വിളിക്കൂ 9400124048. 9188182384.